മകരവിളക്ക് മഹോത്സവത്തിന് തയ്യാറെടുക്കുകയാണ് മുംബൈയിലെ മലയാളി ക്ഷേത്രങ്ങളും. മണ്ഡലകാലത്ത് പ്രത്യേക പൂജകളും ആചാരങ്ങളും കലാസാംസ്കാരിക പരിപാടികളുമായി സജീവമായിരുന്നു മഹാനഗരത്തിലെ അയ്യപ്പ ക്ഷേത്രങ്ങൾ. മുംബൈയിൽ ഗോരഗാവ് ബംഗൂർ നഗറിലെ പ്രശസ്തമായ അയ്യപ്പ ക്ഷേത്രം മകരവിളക്ക് മഹോത്സവത്തിനായുള്ള തയ്യാറെടുപ്പിലാണ്. മണ്ഡലകാലത്ത് വൈവിധ്യമാർന്ന കലാപരിപാടികളും പ്രത്യേക പൂജകളും കൂടാതെ ശബരിമല തീർത്ഥാടന കാലയളവിൽ ഭക്തർക്കായി പരിഷ്കരിച്ച ദർശന സമയക്രമമാണ് ക്ഷേത്രത്തിൽ ഏർപ്പെടുത്തിയിരുന്നത്. സായാഹ്നങ്ങളിൽ അരങ്ങേറുന്ന കലാപരിപാടികൾ നിരവധി പ്രതിഭകൾക്കാണ് വേദിയൊരുക്കുന്നത്. മുംബൈയിലെ സമ്പന്നമായ ഈ മലയാളി ക്ഷേത്രം ബോളിവുഡ് താരങ്ങളടക്കം പ്രദേശവാസികളുടെയും ഇഷ്ടപ്പെട്ട ആരാധനാലയമാണ്. 1983 നമ്മൾ അയ്യപ്പ പ്രതിഷ്ഠ നടന്നത്. ഇവിടെ എല്ലാം കോസ്മോപൊളിറ്റൻസ് മറാഠി, ഗുജറാത്തി, മറാഠി എല്ലാവരും ഈ അമ്പലത്തിൽ തൊഴിലും വരാറുണ്ട്. ഈ അയ്യപ്പന്റെ പേരിൽ റോഡ്, അയ്യപ്പന്റെ പേരിൽ PHD ബസ്, നീ പറയാൻ പോകുന്ന അയ്യപ്പന്റെ പേരിൽ മെട്രോ സ്റ്റേഷൻ, ഫുൾ അയ്യപ്പൻ നഗരിയാണ്. ക്ഷേത്രത്തിലെ വരുമാനത്തിന്റെ വലിയൊരു ഭാഗം ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി പ്രയോജനപ്പെടുത്തുന്നു. ഒരുപാട് ചാരിറ്റബിൾ ആക്ടിവിറ്റീസ് എടുക്കുന്നുണ്ട്. ഫ്രീ റീഡിംഗ് റൂം, ഫ്രീ പെത്തോളജി, ഫ്രീ യോഗ, പിന്നെ അതേപോലെ ഫ്രീ ഫുഡ് ഫോർ ദ പുവേഴ്സ്, പിന്നെ മെഡിക്കൽ ഹെൽത്ത്, എഡ്യൂക്കേഷൻ ഹെൽത്ത്, അങ്ങനെ എല്ലാം സോഷ്യൽ ആക്ടിവിറ്റീസ്, ചാരിറ്റബിൾ ആക്ടിവിറ്റീസ് ഈ സേവാസംഘം നടത്തുന്നുണ്ട്. അയ്യപ്പ സേവാ സംഘം CBD ബലാപൂർ പ്രതിഷ്ഠാദിനം പ്രത്യേക പൂജകളും ആചാരാനുഷ്ഠാനങ്ങളുമായി ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പരമംഗലം പരമേശ്വരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അയ്യപ്പ സേവാ സംഘം CBD ബലാപൂർ സംഘടിപ്പിക്കുന്ന 40ാമത് മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് നവംബർ 17 തുടക്കമായി. ജനുവരി 22 വരെ നീളുന്ന മഹോത്സവത്തിൽ പ്രതിദിന ഭജനകൾ, വിവിധ കലാപരിപാടികൾ എന്നിവയ്ക്ക് പുറമെ ജനുവരി 11 മുതൽ 18 വരെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. മഹോത്സവത്തിന്റെ ഭാഗമായി 20ാമത് പടിപൂജ ജനുവരി 20 നടക്കും. ജനുവരി 22 27ാമത് പ്രതിഷ്ഠാദിനവും പ്രത്യേക പൂജകളും ആചാരാനുഷ്ഠാനങ്ങളുമായി ആഘോഷിക്കും. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പരമംഗലം പരമേശ്വരൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് പ്രധാന പൂജകളും കർമ്മങ്ങളും നിർവഹിക്കുന്നത്. മണ്ഡലകാലത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഭാരത കലാരത്ന പ്രശാന്ത് വർമ്മ നയിച്ച ഭജന ശ്രദ്ധേയമായി. ഭക്തിയും സംഗീതവും ശാസ്ത്രീയ കലാരൂപങ്ങളും ഒരുമിക്കുന്ന മഹോത്സവത്തിൽ ആയിരക്കണക്കിന് ഭക്തരാണ് പങ്കെടുത്തത്.